നമസ്കാരം. വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സ്ത്രീകളുടെ സ്വന്തം വേദിയാണിത്. അവരുടെ വിജയവേദിയിലേക്ക് ഈ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ ലതിക ചേച്ചിക്കും ഗോപൻ ചേട്ടനും ഒരിക്കൽ കൂടി നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ മുതൽ ഒരു ചോദ്യം ചോദിക്കണം എന്ന് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ആ ഒരു കുമാരേട്ടാ ഇത് ചുണ്ണാമ്പ് എടുക്കട്ടെ വെറ്റിലെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ഹൊറർ സിനിമയ്ക്ക് നിലാവിന്റെ പൂങ്കാവിൽ ആ ഒരു പാട്ട് ഒന്ന് പാടുമോ? അത് രാഘവ മാഷിന്റെ പാട്ടാണ്. വിത്ത് ഡയലോഗും കൂടി ആയിക്കോട്ടെ. രാഘവ മാഷ് പി ഭാസ്കരൻ മാഷിന്റെ വരികൾ. അപ്പൊ ഈ പാട്ട് അന്ന് ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഒറ്റയ്ക്ക് നിന്നല്ലേ പാടുന്നത്, ഒരു ബൂത്തില്, വോയിസ് ബൂത്തില്. ഓർക്കസ്ട്ര പേടിച്ച് നിന്നാ ഞാൻ പാടിയത്. പക്ഷെ അത് പറയാനും ചോദിക്കുന്ന കാര്യവും അതെല്ലാം വിൻസെന്റ് മാഷാണ് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞു തന്നെ എങ്ങനെയാണെന്നൊക്കെ. നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിന്റെ തേന്മാവിൽ രാപ്പാടി പാടി. നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിന്റെ തേന്മാവിൽ രാപ്പാടി പാടി. നിലാവിന്റെ പൂങ്കാവിൽ. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. ആരാത്? കരിമുകിലൻ പൂവേണി, ഇളം കാറ്റൻ മധുവാണി, മതിമുഖമെൻ താമ്പാലം, മലർച്ചുണ്ട് താമ്പൂലം. ആ ചിരിയും കൂടി പ്ലീസ് പ്ലീസ് പ്ലീസ്. പക്ഷെ നമ്മള് മലയാളികൾ എല്ലാവരും പേടിച്ചിരുന്നത് ഈ പാട്ട് കേട്ടായിരുന്നു. ഇത്രയും പാവ ഒരു ചേച്ചിയാണ് അത് പാടിയെന്ന് നമ്മൾ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും പേടിക്കില്ലായിരുന്നു അല്ലേ? ഇനി ഇപ്പൊ പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആ പേടിയല്ല, ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് ഈ പാട്ടും ഈ പാട്ടുകാരിയും ഈ ചിരിയൊക്കെ കാണുമ്പോൾ. ഗോപൻ ചേട്ടന്റെ ഞാൻ കേട്ടിട്ടുണ്ട് ഗുരുതുല്യനായ ഒരാളാണ് നമ്മുടെ സിംഗർ ജയചന്ദ്രൻ ചേട്ടൻ. അതെ, അദ്ദേഹമായിട്ടുള്ള എങ്ങനെയാണ് ആ ഒരു ഗുരു ശിക്ഷ ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു അടുപ്പം? അതെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഒരുപാട് സ്റ്റേജിൽ ഒരുമിച്ച് അദ്ദേഹമുള്ള സ്റ്റേജിൽ പിന്നിൽ നിന്ന് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് അടുക്കാൻ പോയിട്ടില്ല. ദൂരെ നിന്നിട്ടേ ഉള്ളൂ, ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. എനിക്ക് അതൊരു പേടിയായതുകൊണ്ടാണ്. പേടിയാണ്, വാസ്തവത്തിൽ ഭയമാണ്. പക്ഷെ ചേട്ടൻ നല്ല മനസ്സാണ്, നല്ല മനസ്സാണ്. പക്ഷെ പെട്ടെന്ന് ചൂടാവും, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. പക്ഷെ അന്ന് എല്ലാ ഗായകരും വന്ന് അദ്ദേഹത്തെ കാണുന്ന സംസാരിക്കുകയും നമസ്കാരം. പിന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ, ആകാശവാണിയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അദ്ദേഹം വന്ന് പാടുമ്പോഴൊക്കെ ഞാനുണ്ടാവും കൂടെ. പക്ഷേ ഞാൻ ദൂരെ മാറി നിൽക്കുകയുള്ളൂ, അടുത്ത് പോകാറില്ല. അന്ന് ജയേട്ടൻ കരുതിയത് ഇവൻ അഹങ്കാരിയാണ്. അതുകൊണ്ട് എൻ്റെ ഭയങ്കര ദേഷ്യമായിരുന്നു. അത് കഴിഞ്ഞാണ് കുറേ കാലത്തിന് ശേഷം ദേവരായ മാസ്റ്ററുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ മസ്കറ്റിലേക്ക് യാത്രയുണ്ട്. അപ്പോൾ റിഹേഴ്സലിന് വേണ്ടി ഞങ്ങൾ കൂടുന്നു. അപ്പോൾ പിന്നെ ജേട്ടനുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മെയിൽ സിംഗേഴ്സ്, പിന്നെ 2 ചെറിയ ഗായകരാണ് ഫീമെയിൽസ് ആയിട്ട് വന്നത്. പി സുശീല എന്ന് പറയും, സുശീലാമ്മയും മാധുരിയമ്മ. അപ്പൊ ഇവരും എല്ലാവരും കൂടെയാണ് ഞങ്ങൾ മസ്കറ്റിൽ പോകുന്നത്. ആ പ്രോഗ്രാമിനാണ് ദേവരായ മാസ്റ്റർ പ്രോഗ്രാം. മാഷ് ആദ്യമായിട്ട് അന്യദേശത്തേക്ക് പ്രോഗ്രാം. മാഷ് ഫ്ലൈറ്റിൽ കയറിയ മറ്റേ പിന്നെ ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ ഫോറിനിൽ പോയിട്ടില്ല. ഇതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ആ പ്രോഗ്രാമിന് പോകുമ്പോൾ റിഹേഴ്സലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുന്നത്. അന്ന് ദേവരായ മാഷാണ് പരിചയപ്പെടുന്നത്. എടാ, അവൻ നല്ല പയ്യനാണ്, നിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയാണ് മാഷ് അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം. അദ്ദേഹത്തിന് ഒരു പാട്ട് ചേട്ടൻ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. അത് അടുത്ത കാലത്ത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തിരുന്നു. അത് അദ്ദേഹം തന്നെ പാടിയത്. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നൊരാലില തുണ്ടല്ലയോ ഞാൻ, ആലിലത്തുണ്ടല്ലയോ. നിന്റെ കാൽപാദത്തിൽ
കാലത്തിനോർമ്മയിൽ മാത്രമാണെൻ്റെ ഈ ജന്മസഞ്ചാരം. എൻ്റെ ജീവാണുവിലോരോന്നിലും സദാ നീയൊരാൾ ഗുരുവായൂരപ്പ, നീയൊരാൾ ഗുരുവായൂരപ്പ. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. ഹരിനാരായണനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് വേറെ ഒന്നത് അതായത് ഭക്തിയുടെ വേറെ ഒരു രീതിയിലുള്ള ഒരു ഭക്തിയാണ് ചേട്ടന് വേണ്ടി എഴുതിയതാ. അത് ശരി. നീ എന്ന ഗാനത്തെ പാടുവാനുള്ള എഴുതിയത് മാത്രല്ല, കമ്പോസിംഗും ചേട്ടന് വേണ്ടിയാണ്. കേട്ടാലറിയാതെ. അതെ അതെ അതിനകത്ത് അതായത് നിദ്ര വരാത്തൊരു പാതിരാവിൽ വന്നു തട്ടി ഉറക്കുന്ന തോഴൻ, അതുപോലെ തന്നെ മരണത്തിലും വന്നു മുറുകെ പിടിക്കുന്ന പരമേക ബന്ധു ശ്രീകാന്തൻ, നീ എന്ന ലിറിക്സിന്റെ അതെ 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 അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോണ്ടിരിക്കാൻ. ചേട്ടൻ എന്ത് എങ്ങനെ പാടിയെന്ന് പറഞ്ഞാൽ എനിക്കത് വാക്കുകൾക്ക് അതീതമാണത്. അതാണ് ഞാൻ ചേച്ചിക്ക് അതും വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അതേ ഞാൻ പറഞ്ഞ ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണെന്ന് പറഞ്ഞതാണ്. അതെ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് നിങ്ങൾ ഒന്ന് കുഞ്ഞായി കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമായിരിക്കും. ചില കുസൃതി ചോദ്യങ്ങൾ. കുസൃതി ചോദ്യമല്ല, അതായത് പാട്ടും അതും സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ ആദ്യം നമുക്ക് ചേട്ടനോട് ചോദിക്കാം. മമ്മൂട്ടിയുടെ ക എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 സിനിമകൾ. അയ്യോ വലിയ പാടാണ് കേട്ടോ. ഇത്തരം അതന്നെ കറുത്ത പൗർണമിയാണ്. കറുത്ത പണം പഴയതാണ്. ഇങ്ങനെ കറുത്ത പക്ഷിയാ. ഓക്കെ. പിന്നെ എനിക്ക് വലിയ പാടാണ് ഇത്തരം കാര്യങ്ങൾ. വലിയ പാടാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് കസബ അതൊക്കെ പിന്നെ കൂടെവിടെ അതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ പറയാൻ കിട്ടുന്നില്ല. പോട്ടെ. ഇനി ചേച്ചിയുടെ അടുത്ത് ഉണ്ടായിരുന്നു കാതോട് എനിക്ക് പോലും ഓർമ്മ സമയത്തിന് ബുദ്ധി വരില്ല അത്. ഇനി ദാസേട്ടന്റെ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പാട്ടുകൾ. 1000 പാട്ടാണ് ഈ ചേട്ടാ. ഇനി അടുത്തത് 1000 അജന്താ ശില്പങ്ങളിൽ. ഓക്കെ. ഇനി അടുത്തത് ആത്മാവിൽ മുത്തുവിളിച്ചത് പോലെ. അതന്നെ. ഒരു കുറച്ചും കൂടി പുതിയതായിട്ട് ലാലേട്ടന്റെ ഒക്കെ ഒരു പാട്ട്. 5 ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അന്തിവയിൽ. ശരി. ഇനി ചേട്ടൻ്റെയാണ്. 5 വ്യത്യസ്ത ഡാൻസ് ഫോമിന്റെ പേരുകൾ പറയാം. 5 വ്യത്യസ്തമായിട്ടുള്ള ഫോക്ക് ഡാൻസ്, പിന്നെ കുച്ചിപ്പുടി, ഭരതനാട്യം, പിന്നെ കഥകളി, നൃത്താഭിനയം, ഇത് ഇങ്ങനെ കളിക്കുന്ന ഒരു ഡാൻസ്, പിന്നെ കൂടിയാട്ടം. മോഹിനിയാട്ടം. ഇപ്പഴാ പറഞ്ഞത്. ശരി, സൂപ്പർ. ഇനി അടുത്ത് 5 നാടക ഗാനങ്ങൾ പാടുക. പെട്ടെന്ന്. ഇനി അടുത്ത് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് മണ്ണിലിടമില്ല. ചക്കരപ്പന്തലിൽ തേൻ മഴ പൊഴിയും ചക്രവർത്തി കുമാര, അമ്പിളി അമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്. ഒരെണ്ണം കൂടി. ദാഹം ദാഹം
ബലികുടി നാടകാനല്ല, നാടകാൻ എന്ന് പറയാം, അത് അവതരണകാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബലികുടികളെ പറയാം. ചേച്ചി അതെ ഇരിക്കട്ടെ, ചേച്ചി ആയതുകൊണ്ട്. ഇനി വാസികയാണല്ലോ. ചേട്ടന് എല്ലാം ഇങ്ങനത്തെ കുനിഷ്ഠ ചോദ്യങ്ങളാട്ടോ. ഫ്രിഡ്ജ് തുറന്നാൽ ആദ്യം കാണുന്ന 5 വസ്തുക്കൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. മതി. വീട്ടിൽ തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് തക്കാളി കാണാൻ പറ്റും, കളിയാണോ? പിന്നെ ഈ പാവയ്ക്ക കാണാൻ പറ്റും, പിന്നെ ഐസ് ക്യൂബ്സ് കാണാൻ പറ്റും, പിന്നീട് ഫ്രൂട്ട്സ് പഴങ്ങള് അതായത് ആപ്പിള്, പിന്നെ ഈ തേങ്ങാമുറി വെക്കില്ല, അതൊക്കെ തേങ്ങാമുറി ഉണ്ടാവും, തേങ്ങ തിരിവി വെക്കും ചിലപ്പോ. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്. പിന്നെ 5ാമത്തെ വേണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള സാധനമാണത്, പാല്, തൈര്. അതെ, അതൊക്കെ മിക്ക ആൾക്കാരുടെ വീട്ടിൽ ഇതൊക്കെ തന്നെ ഉള്ളു. ശരി, ഇനി അടുത്തത്. ചേച്ചി ഏറ്റവും പ്രിയപ്പെട്ട 5 ശിഷ്യന്മാരുടെ പേര്. ഒരുപാട് പേരുണ്ട്. അതായത് നമ്മളിപ്പോ പറയാ ടീച്ചർക്ക് ഒരുപാട് പേര് ഇഷ്ടമാണ്, പക്ഷെ പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോ മനസ്സിൽ വരുന്ന 5 പൊട്ട് അത്രേ ഉള്ളൂ. ഒന്ന് വിഷ്ണു വിജയ്, മധു, ജസ്റ്റിൻ, അനന്തകൃഷ്ണ, പിന്നെ ഹണി. ഇനി ചേട്ടൻ സന്തോഷം തോന്നിയാൽ ആദ്യം ചെയ്യുന്ന 5 കാര്യങ്ങൾ. ഇപ്പൊ അതായത് നമ്മൾ ദേഷ്യം വരുമ്പോ നമ്മൾ ചിലപ്പോൾ കൈ കിട്ടുന്ന സാധനങ്ങൾ താഴെ എറിഞ്ഞ് പൊട്ടിക്കാൻ സംഭവം. അതുപോലെ ചിലപ്പോൾ സന്തോഷം വരുമ്പോ ചിലവര് അന്നാ ഇന്ന് പോയിട്ട് പുറത്തു പോയി നല്ല ഭക്ഷണം കഴിച്ചേക്കാം, അങ്ങനെയൊക്കെ. ഇത് ഞാൻ സന്തോഷം വരുമ്പോ ചെയ്യുന്ന കാര്യമാണ്. സിനിമ കാണും. പിന്നെ കുടുംബത്തിൽ എല്ലാവരും ഇരുന്ന് സംസാരിക്കും, ഈ വിഷയം ആസ്വദിക്കും. പിന്നെ സുഹൃത്തുക്കളെ വിളിക്കും, സുഹൃത്തുക്കളെ കോള് വരും, അത് കേൾക്കുന്ന ഭയങ്കര സന്തോഷം. പഞ്ചായത്ത് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഉണ്ടാക്കുക, പാട്ട് കേൾക്കും, പാട്ട് പാടും. അതല്ലേ നമ്മളെ അല്ലേ? അതെ, പാട്ട് കേൾക്കും. പിന്നെ ഈ സന്തോഷം വരുമ്പോ ഭാര്യയെ അടുത്ത് വിളിച്ചിരുത്തി 2 വാക്ക് നല്ലത് പറയാ, പുകഴ്ത്തി പറയാ, അങ്ങനെ എന്തെങ്കിലും നല്ല ആചാരങ്ങൾ? കള്ളങ്ങളൊന്നും എനിക്കില്ല, മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി ചേച്ചിയോടുള്ളതാണ് കേട്ടോ. നേടണം എന്ന് ആഗ്രഹിക്കുന്ന 5 പുരസ്കാരങ്ങൾ. എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളില്ല. അല്ല, ആഗ്രഹമില്ല, അത് ഓക്കെ, അത് സംഭവിച്ചു. പക്ഷെ എന്നാൽ ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ച നിലയ്ക്ക് എന്തെങ്കിലും ഒരു പുരസ്കാരങ്ങൾ മനസ്സിലാക്കി. അത് ഞാൻ അങ്ങനെ പറയുമ്പോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. ആഗ്രഹവും ഇല്ല. അങ്ങനെയല്ല, അതായത് ഞാൻ ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കുഞ്ഞിലെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുമല്ലോ, ഓ ആ ഒരു അവാർഡ് അല്ലെങ്കിൽ അങ്ങനെ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അന്ന് 5 ഏതൊക്കെ പുരസ്കാരങ്ങളാണ്? 5 പുരസ്കാരങ്ങളുടെ പേര് നമ്മൾ ആളുകൾക്ക് കൊടുക്കാൻ പാകത്തിനുള്ള. അതിപ്പം സംഗീത നാടക അക്കാദമി അവാർഡുണ്ട്, പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡുണ്ട്, പിന്നെ കേന്ദ്ര അവാർഡുണ്ട്, ദേശീയ അവാർഡുണ്ട്, പിന്നെ പത്മഭൂഷൺ, വിഭൂഷൺ എല്ലാം ഉണ്ടല്ലോ. 6 കഴിഞ്ഞു. അതെ. ഓക്കെ, അപ്പൊ അതിഗംഭീരമായിട്ട് സൂപ്പറായിരുന്നു നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നിങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥിയെ വിളിക്കാനുള്ള സമയമാണ്. നമുക്ക് വിളിക്കാം അല്ലെ? സോ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അശ്വതി നായർ. അപ്പോൾ അശ്വതി, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഈ വേഷവും ഈ മേക്കപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ദേവിയായിട്ടാണ് ഇന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് അല്ലേ? ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണോ? അടിപൊളി. പിന്നെ പറയൂ, ആദ്യത്തെ അതായത് അശ്വതിയുടെ ആദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാം ആണ്. സോ അതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം റെഡ് കാർപ്പറ്റിലൂടെ അശ്വതി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ. ചേച്ചി എന്താ ചോദിക്കാനുള്ളത്? അതെ, ചേച്ചിക്ക് എന്താ ചോദിക്കാനുള്ള? ഒരു ഡാൻസ് കാരിയാണ്. ഇതിപ്പോൾ നല്ലൊരു വേദിയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും നല്ല നല്ല വേദികളിലേക്ക് വരട്ടെ എന്ന് എൻ്റെ ആശംസകൾ. നന്നായി. ഇതിലെല്ലാം നമ്മുടെ ഡെഡിക്കേഷനാണ് ഏത് ആർട്ടിലും ഉള്ളത്. അതെ. അശ്വതി ശരിക്കും എന്താ പഠിക്കുന്നത്? കുച്ചിപ്പുടി, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, കേരള നടനം. അക്കാഡമിക് ആയിട്ടും അത് തന്നെയാണോ ചൂസ് ചെയ്തിരിക്കുന്നത്? അതുപോലെ നമ്മുടെ അശ്വതിക്ക് ഒരുപാട് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലെ? എന്തൊക്കെ കിട്ടി പറയൂ. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ആൻഡ് വേൾഡ്. ഇതൊക്കെ എന്തൊക്കെ ഐറ്റംസിനായിരുന്നു ഇത് കിട്ടിയത്? ഭരതനാട്യം വർണ്ണം കളിച്ച് ഗ്രൂപ്പായിട്ട് കളിച്ചതിനാണ് കിട്ടിയത്. ഓക്കെ, ഭരതനാട്യം വർണ്ണം ഗ്രൂപ്പായിട്ട് കളിച്ചു. അത് എത്ര സമയം എന്തായിരുന്നു?
10 മിനിറ്റ്സ് നോർമൽ വർണ്ണം തന്നെയാണ്. ഗ്രൂപ്പായിട്ട് കളിച്ചതിനാണ് ഈ റെക്കോർഡ്സ് ഒക്കെ നേടിയത്. പിന്നെ എന്തൊക്കെയാണ് ഈ ഡാൻസ് അല്ലാതെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടണം എന്നാണ് ആഗ്രഹം? അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടില്ല. ഡാൻസ് ആയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അല്ല, നല്ലൊരു ജോബ് ഉണ്ട്. പിന്നെ ഡാൻസും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും പഠിക്കുന്നത് ഇപ്പൊ ഏത് സ്റ്റാൻഡേർഡ് ഏതാണ്? 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നമുക്ക് എന്തായാലും കൂടെ വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അശ്വതിയുടെ അമ്മ, അച്ഛൻ, അനിയത്തി. അപ്പൊ അമ്മയുടെ പേര് പറയും. എൻ്റെ പേര് ശാരിക. ശാരിക. അമ്മ ഈ കുഞ്ഞിലെ മുതൽ അശ്വതി, അതായത് ജനിച്ച സമയം മുതൽ അശ്വതി ഒരു ഡാൻസ് ഒരു പാട്ടും കിട്ടിയില്ല ചേച്ചിയുടെ. ഈ അശ്വതിയെ കുഞ്ഞിലെ മുതൽ ഡാൻസ് പഠിപ്പിക്കണം എന്ന് അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നോ? അവള് കുഞ്ഞിലെ ഒരു 3 വയസ്സ് 2.5 വയസ്സായപ്പോൾ തന്നെ ടി വിയിലൊക്കെ പാട്ട് കാണുമ്പോൾ ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവൾക്ക് അതിനോടൊരു ഇതുണ്ടെന്ന് തോന്നിയിട്ടാണ് ചേർത്തത്, ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന്. പിന്നെ അവള് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് ഫോഴ്സ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല, ഒരിക്കലും ഇല്ല. അവള് ചെയ്യുന്നുണ്ട്, അവൾക്ക് അതിനോടൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ഏത് വയസ്സിലായിരുന്നു അരങ്ങേറ്റമൊക്കെ നടത്തിയത്? അരങ്ങേറ്റം ചെയ്യുന്നത് 3ാം സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ്. 3ാം ക്ലാസ്സിൽ വെച്ചിട്ട് അരങ്ങേറ്റമൊക്കെ നടത്തി. അടിപൊളി. അപ്പൊ ഈ ആള് ഭയങ്കര കുസൃതിയാണ്. വയലന്റ് ആണ്. വാവയുടെ പേര് പറയൂ, എന്താ പേര്? ആവണി. ആവണി. ഈ അശ്വതി ചേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കോ? കളിക്കും. ചില തെറ്റുകളൊക്കെ ഇടയ്ക്ക് വരുത്താറുണ്ടല്ലേ? അതിനിപ്പോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അമ്മ പഠിപ്പിച്ചെടുക്കും. പറഞ്ഞു തിരുത്തിക്കൂടെ ആവണിക്ക്? ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ കോമ്പറ്റീഷനൊക്കെ ഉള്ളപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പോവും. അപ്പം അമ്മ പറഞ്ഞതാണ് പ്രാക്ടീസ് ചെയ്യാൻ, ചേച്ചി പ്രാക്ടീസ് ചെയ്തില്ലേ? അതെ, അപ്പൊ സൂപ്പർവൈസറായിട്ട് ഉണ്ട് കൂടെ. അടിപൊളി. തീർച്ചയായിട്ടും. ഇനി അച്ഛനെ കൂടി പരിചയപ്പെടാം. അച്ഛന്റെ പേര് പറയൂ. ശ്യാംകുമാർ. ശ്യാംകുമാർ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ പെയിന്റിംഗ് ആണ്.